കേൾക്കുമ്പോൾ ലേശ സങ്കടമൊക്കെ തോന്നും, എന്നാലും പങ്കുവയ്ക്കാം. 2ാം ഭാര്യ 4ാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. എങ്ങനെ? 2ാം ഭാര്യ 4ാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. വിവാഹ തട്ടിപ്പുകാരനെ പോലീസ് പിടിച്ചു. പത്തനംതിട്ട കോന്നിയിലാണ് സംഭവം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ദീപു ഫിലിപ്പ് എന്ന 36 വയസ്സുകാരനാണ് പിടിയിലായത്. വിശദാംശങ്ങളിൽ CK അഭിലാൽ നൽകും. അഭിലാലെ, ഞാനിങ്ങനെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു, ഇവിടെ പെണ്ണ് കിട്ടാത്ത സങ്കടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുള്ളിടത്താണ് 2ഉം 3ഉം 4ഉം ഒക്കെ ഭാര്യമാരെ സ്വന്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിലർ പിടിയിലാവുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഈ വാർത്ത പങ്കുവെക്കുന്ന ഘട്ടത്തിൽ സഹപ്രവർത്തകനായ ഒരാൾ പറഞ്ഞത് മെച്ചപ്പെട്ട ജോലിയുണ്ട്, ഭേദപ്പെട്ട ശമ്പളവുമുണ്ട്. പക്ഷേ കഴിഞ്ഞ 3.5 വർഷക്കാലമായി പെണ്ണന്വേഷിക്കുകയാണ്, പെണ്ണ് കിട്ടുന്നില്ല. ഈ സമയത്താണ് ദീപു ഫിലിപ്പിനെ പോലുള്ളവർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ 4 കിട്ടിയത് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു സംഭവമാണ്. പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ ദീപു ഫിലിപ്പിന് 36 വയസ്സുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ 4 വിവാഹങ്ങളാണ് കഴിച്ചത്. ആദ്യ വിവാഹം 2015 കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള യുവതിയുമായിട്ടായിരുന്നു. 2 കുട്ടികളുണ്ട്. അതിനുശേഷം അവരുടെ പണവും സ്വർണവും അടക്കം കൈക്കലാക്കി ഇയാൾ മുങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും അവരും ഒന്നിച്ച് തമിഴ്നാട്ടിൽ താമസിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനിടയിൽ എറണാകുളം സ്വദേശിനിയായ മറ്റൊരു യുവതിയുമായി പരിചയത്തിലാവുകയും പിന്നീട് അവർക്കൊപ്പം താമസിച്ചു വരികയും ചെയ്ത സമയത്താണ് ഫേസ്ബുക്ക് വഴി ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ഒരു യുവതിയുമായി പരിചയപ്പെടുന്നത്. അവരുടെ കുടുംബ വീട് പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അവർക്കൊപ്പം കഴിഞ്ഞ ഏറെക്കാലമായി ഇയാൾ പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഇതിനിടയിൽ 2ാം ഭാര്യ കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള യുവതിയും ഇപ്പോഴത്തെ അയാളുടെ ഭാര്യയായിരിക്കുന്ന ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയും തമ്മിൽ ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സ് ആവുകയും അങ്ങനെ ദീപു ഫിലിപ്പിനൊപ്പം ആലപ്പുഴ സ്വദേശിനിയുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട് അവർ തമ്മിൽ മെസ്സഞ്ചർ വഴി ആശയവിനിമയം നടത്തുകയും അങ്ങനെ തൻ്റെ മുൻ ഭർത്താവാണ് ദീപു ഫിലിപ്പ് എന്നുള്ളത് കാസർഗോഡ് സ്വദേശിനി ഇപ്പോഴത്തെ ഭാര്യയോട് വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് സമീപകാലത്ത് ഇയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും അതിൻ്റെ ഇൻഷുറൻസ് തുകയായ 3 ലക്ഷം രൂപ ദീപു ഫിലിപ്പിൻ്റെ കൈവശം വരികയും ചെയ്തിരുന്നു. ഒരുപക്ഷെ തനിക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്ക് സമാനമായ ദുരനുഭവം തനിക്കും ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കി ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പിന് പുറമെ വിശ്വാസ വഞ്ചനയ്ക്കും അതോടൊപ്പം തന്നെ ലൈംഗിക പീഡനത്തിനും അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ